ഹലോ ഹായ് കൂട്ടുകാരെ, മൂന്നാറിൻ്റെ ബാക്കി വിശേഷങ്ങൾ പറയണ്ടേ? നിങ്ങൾ കേൾക്കാൻ തയ്യാറാണോ? ഞാൻ പറയാൻ റെഡിയാണ്. അങ്ങനെ ഞങ്ങൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡിൽ വന്നു. അവിടെ വരുമ്പോൾ നമുക്ക് KSRTC ബുക്ക് ചെയ്തവർക്ക് പാർക്ക് ചെയ്യാനായിട്ട് അവിടെ തന്നെ സൗകര്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരക്കിയപ്പോൾ അവിടെ കാർ പാർക്ക് ചെയ്തതിന് ശേഷം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അടുത്തൊരു റെസ്റ്റോറൻറ്റിൽ പോയി. ആ റെസ്റ്റോറൻറ്റിൽ അവിടെ പോയി ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് ഞങ്ങൾ അവിടെ വന്നു. KSRTCയിൽ സീറ്റൊക്കെ ഉറപ്പിച്ചു. അങ്ങനെ KSRTCയിൽ യാത്ര ചെയ്യാനായിട്ട് KSRTC ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവർമാരും വന്നു കഴിഞ്ഞു. അപ്പം നമ്മൾ ഓരോരുത്തരായിട്ട് വന്നവർ കയറിയൊക്കെ ഇരുന്നു. എല്ലാവരും വന്നു എന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞപ്പം പിന്നെ അന്നേരം വന്ന് ബുക്ക് ചെയ്തവരുണ്ട്. അപ്പോൾ അവർക്ക് ക്യാൻസലേഷൻ ചെയ്തവരുടെ സീറ്റ് കണ്ടക്ടർ സാറ് കൊടുക്കുകയും അവരെയും അതിനകത്ത് ഉൾക്കൊള്ളിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ യാത്ര പുറപ്പെട്ടു. 4 പോയിൻറ്റുകളിൽ വണ്ടി നിർത്തുമെന്ന് പറഞ്ഞു. എന്തെങ്കിലും ആവശ്യങ്ങളുള്ളവർക്ക് വെള്ളം കുടിക്കാനും ബാത്റൂമിൽ പോകാനും അങ്ങനെയൊക്കെ ആവശ്യമുള്ളവർക്ക് 4 പോയിൻറ്റുകളിൽ അവർ നിർത്തുമെന്ന് പറഞ്ഞു. പിന്നെ ഞാനതിനകത്ത് ലിങ്ക് ചെയ്തിട്ടുണ്ട്. KSRTCയിൽ ആർക്കെങ്കിലും ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നോക്കി ബുക്ക് ചെയ്താൽ മതി. അവർ 4 പോയിൻറ്റ് നമ്മുടെ അരിക്കൊമ്പൻ ആ വഴിയൊക്കെ പോയതുകൊണ്ടാണ് ആ സ്ഥലങ്ങളൊക്കെ ചിന്നക്കനാൽ എന്നൊക്കെ പറയുന്ന സ്ഥലമൊക്കെ ആനയിറങ്കൽ അവിടെയൊക്കെ ഫേമസ് ആയതെന്നാണ് പറയുന്നത്. ആ സമയത്ത് നല്ല കോട ഇങ്ങനെ കയറി വന്നു. അതുകൊണ്ട് ഒരു ഡാമിൻ്റെ അവിടെ നമുക്ക് ശരിക്കും കാണാൻ പറ്റിയില്ല. ആനയിറങ്കൽ അവിടെയും ചിന്നക്കനാലും ഒക്കെ ഈ അരിക്കൊമ്പനെ ഇഷ്ടമുള്ളവരുണ്ടോ? എനിക്കിഷ്ടമാണ് അരിക്കൊമ്പനെ. അപ്പം അരിക്കൊമ്പൻ്റെ അതുവഴിയാണ് അരിക്കൊമ്പനെ കൊണ്ടുപോയത്. അപ്പം അവിടെയൊക്കെ ഫേമസ് ആയത് ഈ അരിക്കൊമ്പൻ കാരണമാണെന്നാണ് പറയുന്നത്. ഒന്ന് ചീഞ്ഞാലല്ലേ മറ്റൊന്നിന് വളമാകുമെന്ന് പറയുന്ന പോലെ ആയിരിക്കാം അല്ലേ അരിക്കൊമ്പൻ. പക്ഷേ ഉപദ്രവകാരിയായിരുന്നെങ്കിൽ തന്നെയും അതുവഴിയൊക്കെ പോയതുകൊണ്ട് ആ സ്ഥലങ്ങളൊക്കെ ഫേമസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ യാത്ര പുറപ്പെട്ടു. അങ്ങനെ ഈ 4 പോയിൻറ്റുകളിൽ എല്ലാവരും ഇറങ്ങുകയും കയറുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ബസ്സിൽ പോയിൻറ്റുകളിൽ എല്ലാവരും ഇറങ്ങി. എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ആദ്യമായിട്ട് കാണുന്ന ആകാംക്ഷയിലല്ലേ. അപ്പോൾ ഓരോ സ്ഥലങ്ങളും ഇറങ്ങുകയും ചെയ്തു. പിന്നെ ആ കോട വന്ന സ്ഥലത്താണെങ്കിൽ നല്ല ഓറഞ്ച് മരങ്ങളുണ്ടായിരുന്നു. നേരത്തെ ഓറഞ്ച് മരം അവിടെ ഉണ്ടായിരുന്നു, ഇപ്പം പക്ഷെ കുറവാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഓറഞ്ചിൻ്റെ ഇലയിലുള്ള പുഴു എന്തോ ഈ തേയിലയുടെ ഇലയിൽ വന്ന് പിടിക്കുകയും അങ്ങനെ അവരെല്ലാവരും ഓറഞ്ചൊക്കെ വെട്ടിക്കളഞ്ഞെന്നാണ് പറഞ്ഞത്. എന്നാലും ഉണ്ട്, ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ ഓറഞ്ചിൻ്റെ മരങ്ങളവിടെ, വലിയ ഓറഞ്ചിൻ്റെ മരങ്ങളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയ ഓറഞ്ചിൻ്റെ മരങ്ങളവിടെ ഉണ്ട്. അങ്ങനെ ഓരോ സ്ഥലങ്ങൾ വരുമ്പം കയറി ഇറങ്ങുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഓരോ പോയിൻ്റ് വരുമ്പോഴും ഇറങ്ങും. 10-20 മിനിറ്റോളം അവിടെ സ്പെൻഡ് ചെയ്യും. 20 മിനിറ്റ് കഴിയുമ്പോൾ കണ്ടക്ടർ വിസിലടിക്കും, എല്ലാവരും കയറും. നല്ല ഹാപ്പിയായിട്ട് നല്ല സ്മൂത്തായിട്ടാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് കേവ് റോക്ക് എന്നും പറഞ്ഞൊരു ചെറിയൊരു ഗുഹ, നമ്മൾ ഒന്നുമില്ലാന്ന്, പക്ഷെ അതൊരു പോയിൻ്റായിട്ടാണ് അവർ വെച്ചേക്കുന്നത്. ആ പോയിന്റിൽ ഇറങ്ങുമ്പോൾ ആൾക്കാർക്ക് ചായ കുടിക്കുകയോ വെള്ളം മേടിക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ KSRTC അല്ലേ, KSRTCയിൽ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ആൾക്കാരൊക്കെ നമ്മളുടെ ഈ ബസ്സിൽ പോകുന്നവരെ കാണുമ്പോൾ നമുക്കൊരു അതിശയമാണല്ലോ. അപ്പോൾ ഈ കാറയിലൊക്കെ വന്നവരൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഞങ്ങളാ പോയിന്റുകളിൽ നിർത്തിയെടുത്ത് ആൾക്കാരൊക്കെ അവിടെ വണ്ടിയൊക്കെ നിർത്തിയവരൊക്കെ ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെയാണെന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ ആ റോപ്പ് വേയുടെ അകത്ത് എല്ലാവരും കയറാനും ഇറങ്ങാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഞങ്ങൾ അങ്ങോട്ട് കയറിയപ്പോൾ ഒരു മദാമ കയറിയിട്ടുണ്ടായിരുന്നു. മദാമയുടെ കൂടെ നിന്നൊരു സെൽഫിയൊക്കെ എടുത്തു. അവരും നിന്നു. പക്ഷേ ആരും കമൻ്റ് ഇടണ്ട, ഞങ്ങൾ സ്ട്രക്കായി പോയതൊന്നുമല്ല, ഞങ്ങൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തത് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. നമുക്ക് 4 മണിക്കൂറാണ്, 9 തുടങ്ങി 12 ആകുമ്പോൾ നമുക്ക് തിരിച്ച് സ്റ്റാൻഡിൽ തന്നെ വരുന്ന രീതിയിലാണ് ഇവരുടെ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ആ വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവിടെ അന്നേരം ചെറിയ കോടയും ചെറിയൊരു മഞ്ഞ് പൊഴിച്ചിലും അങ്ങനെ ഉണ്ടായിരുന്നു, ചെറിയൊരു മഴ പോലെ. അത് കഴിഞ്ഞ് എല്ലാവരും അങ്ങനെ KSRTCയിൽ യാത്ര അവിടെ അവസാനിച്ചു. KSRTC അങ്ങോട്ട് പോയവർക്ക് റൈറ്റ് സൈഡിൽ ഇരുന്നവർക്ക് ലെഫ്റ്റ് സൈഡിൽ ഇരുന്നവർക്ക് റൈറ്റ് സൈഡും കണ്ട് തിരിച്ച് ഞങ്ങൾ 12 ആയപ്പോൾ തന്നെ KSRTC ബസ് സ്റ്റാൻഡിൽ വന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ആ റെസ്റ്റോറൻറ്റിൽ തന്നെ ഉച്ചയ്ക്കത്തെ ഫുഡ് ഞങ്ങൾ കഴിച്ചു. പക്ഷേ അവിടുത്തെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കത്തെ ലഞ്ചും നല്ല സൂപ്പർ ഫുഡായിരുന്നു.
അതോടുകൂടി അവിടെ ഞങ്ങളുടെ KSRTC യാത്ര അവസാനിച്ചു. അടുത്ത യാത്ര അടുത്ത വീഡിയോയിൽ പറയാം.